ಹಾಯ್. ಚೆನ್ನಾಗಿದೆ. ನೀವು ಹೇಗಿದ್ದೀರಾ? ഞാനും ಹೇಗಿದ್ದಾರೆ? ഞാൻ സുഖമായിരിക്കുന്നു. ಹೇಗಿದ್ದಾರೆ? നല്ല രസമുണ്ട് കാണാൻ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಥ್ಯಾಂಕ್ ಯು. ನಾನು ಹೇಗಿದ್ದಾರೆ? ഞാനും സുഖമായിരിക്കുന്നു. ನೀನು ಹೇಗಿದ್ದೀರಾ? ನೀನು ಹೇಗಿದ್ದೀರಾ? ನಾನು ಚೆನ್ನಾಗಿದ್ದೀರಾ. ഓക്കെ, ഒപ്പിച്ചു. ഓക്കെ. ഈ ബംഗളൂരു അങ്ങനെ ഒരു പാട്ട് ഞാൻ ചെയ്തതായിട്ട് എനിക്ക് നമ്മ ഊര് ബംഗളൂരു എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. ഒരു ബാംഗ്ലൂർ അങ്ങനെ എന്താണ് ഞാൻ മറന്നുപോയി കേട്ടാ. എന്റെ പാട്ട് ഞാനേ മറന്നുപോയി. അപ്പൊ ബാക്കിയുള്ളവർ ഓർക്കോ? അത് കുറേ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്. അത് ഇത് അതിനു മുമ്പേ ചെയ്തതാണ്. അങ്ങനെ അത് ഗിരീഷേട്ടൻ എഴുതിയാണ് ആ പാട്ട്. ആ സിനിമ ഏതാണെന്ന് ഓർക്കുന്നില്ല. അപ്പൊ ബാംഗ്ലൂരിൽ എന്താണ് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രവീന്ദ്രൻ മാസ്റ്ററിന്റെ റൗണ്ടിലുള്ള ഒരു പാട്ടാ പാടാൻ പോകുന്നത്. ആലിലെ മഞ്ചലിൽ നീ ആടുമ്പോൾ. അടുത്ത ഘട്ടമല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് ശ്രീകുട്ടി ഇന്ന് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, ആലില മഞ്ചലിൽ. ഈ മൂവി സൂര്യഗായത്രി എന്ന് പറഞ്ഞ മൂവി തന്റെ മകന്റെ കൊലപാതകീനെ അന്വേഷിച്ചു പോകുന്ന കഥാപാത്രമാണ് അല്ലെ? ഇല്ലില്ല. പക്ഷെ എനിക്ക് പഴയ മൂവീസ് നല്ല ഇഷ്ടമാണ്. നല്ല ഡ്രാമയാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് രസമാ കേൾക്കാൻ വേണ്ടി. ഇങ്ങനെ ഒന്ന് കുത്തി നിറയ്ക്കുവോ, അതിന് എന്താ പറയാ, ഒരു എക്സ്ട്രാ ഒരു സാധനം കൊടുക്കാതെ എന്താണോ ആ മൂവിക്ക് വേണ്ടത് അത് മാത്രം വളരെ നാച്ചുറൽ ആയിട്ട്. പിന്നെ അതുപോലെ ഈ ഇപ്പൊ വയലിൽ നടക്കുവാണെങ്കിൽ പ്രകൃതിയുടെ സൗണ്ട് അങ്ങനെ തന്നെ കേൾക്കാം. അപ്പൊ എനിക്ക് എന്താന്നറിയില്ല, പഴയ മൂവീസ് കാണുമ്പോ കാമാവും ഞാൻ. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറെ മൂവീസ് ഉണ്ട് പഴയത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ പെടുന്നതാണ്. ഇത് കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് അല്ലെ? എഴുതിയിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ONV സാറാണ്. ONV സാറിന്റെ ഒരുപാട് കവിതകള് ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട്. പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയാണ്. വേറെ പാട്ട് തമ്പുരു ചൂടിയോ കളിരങ്കുലി അതുണ്ട്. പിന്നെ അതുകൊണ്ട് ദാസേട്ടനും കൃഷ്ണേന്ദ്രൻ ചേട്ടനും ചേർത്ത് പാടിയ രാഗം താനം സ്വരലയ സാന്ദ്രമാ പല്ലവി. അപ്പൊ ശ്രീകുട്ടി റെഡി അല്ലേ പാടാൻ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നീരാടും സ്വപ്നമേതോ പൂവൽ പൊന്നും തേനും നാവിൽ തേച്ചതാരോ പാവക്കുഞ്ഞും കൂടെ ആട് ആലില മഞ്ചലി നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം. അരെ വാ, ക്യാ ബാത് ഹൈ. കൊടുത്തേക്കാം. അതെ അതെ. അപ്പോ ശ്രീകുട്ടി Yes, sir. 100 on 100 for Shreya today. ഒരു തവണ മധുരമഴ. രാഗീണം ഓമൽക്കാതെ ചൊല്ലാം പൂരം നാളല്ലോ പേരെന്താകേണം. എന്താ കാരണം ലക്കിച്ചാം ഇരിക്കുന്നു അവിടെ. എടുത്തോടാ. ഇത് അമ്മയുടെ ഉടുപ്പൊന്നും അല്ലല്ലോ അല്ലേ? സാധാരണ അങ്ങനെ വരാറുണ്ട്. പൂവും നീരും നാദം കാക്കും കാവേ മതി. നമ്മുടെ ശ്രീകുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ശ്രീകുട്ടിക്ക് ആര്യ ഭയങ്കര ഇഷ്ടം. പിടിച്ചോ. അന്ന് ആര്യ ചേച്ചി വെൽക്കം. എല്ലാരും എം ജെ ഇഷ്ടം. അങ്കിള്. ഓ അതാണ് അമ്മ തരണോ? ഞാൻ വിചാരിച്ചു ആര്യ ചേച്ചി ഭയങ്കര ഇഷ്ടം. അല്ലല്ല, അവളെല്ലാരും ഇഷ്ടം പറയാൻ വന്ന. എല്ലാരും ഇഷ്ടം. ഒരു മിഠായി താഴെ പോയി എടുത്തോ. അത് പറഞ്ഞ വഴിക്ക് അല്ലെങ്കിൽ അമ്മ കൊടുക്കട്ടെ. അമ്മ കൊടുക്കട്ടെ. അമ്മയല്ലേ ലക്കി. അയ്യോ ചേച്ചി വെൽക്കം. ശ്രീകുട്ടിക്ക് വലിയവായിട്ടൊരു ഗിഫ്റ്റ് ഹാമ്പർ. എന്താ അമ്മ ഉമ്മ എന്നിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കണേ? അങ്ങനെയൊന്നുമില്ല. നിരം കിട്ടിയ റിയാക്ഷൻ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തോ? ചേച്ചി ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ചേട്ടന് ഉറപ്പായിട്ടും ഹാപ്പി ആവും. ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദ Thank you so ബെസ്റ്റ്. much. Thank you. Okay. Good night. Good night. Good night.